ഭൂമിശാസ്ത്രപരമായി ഒരുപാട് പ്രത്യേകതകളുള്ള, അത് പിന്നാലെ സംസാരിക്കുന്നവരൊക്കെ അതിൻ്റെ വിശദാംശങ്ങളിലേക്ക് വരും. മാവേലിക്കരയിൽ ഇപ്പോൾ കൊടിക്കുന്നിൽ സുരേഷാണ് MP. ചങ്ങനാശ്ശേരി, കുട്ടനാട്, മാവേലിക്കര, ചെങ്ങന്നൂർ, കുന്നത്തൂർ, കൊട്ടാരക്കര, പത്തനാപുരം, ആ നിയമസഭാ മണ്ഡലങ്ങളെ ഞാൻ ഒന്നുകൂടി വായിക്കാം. ചങ്ങനാശ്ശേരി, കുട്ടനാട്, മാവേലിക്കര, ചെങ്ങന്നൂർ, കുന്നത്തൂർ, കൊട്ടാരക്കര, പത്തനാപുരം, അതിൽ തന്നെ അടങ്ങിയിരിക്കുന്നു ആ ഭൂമിശാസ്ത്രപരമായ പ്രത്യേകതകൾ. 3 ജില്ലകളിലായി പരന്നു കിടക്കുന്ന വളരെ വലിയൊരു ലോക്സഭാ മണ്ഡലം. 5 തവണ PJ കുര്യൻ പ്രതിനിധീകരിച്ച മണ്ഡലം. 2004 രമേശ് ചെന്നിത്തല തോറ്റ മണ്ഡലം. LDFന് ഇതിനിടയിൽ ജയിക്കാനായത് 2 തവണ മാത്രം എന്നതുപോലെയുള്ള ഒരുപാട് രാഷ്ട്രീയ പ്രത്യേകതകൾ ഒക്കെയുണ്ട്. പക്ഷേ ശരത്, അന്നത്തെ മണ്ഡലവും ഇന്നത്തെ മണ്ഡലവും മാറ്റമുണ്ട്. അതെ, രമേശ് ചെന്നിത്തല തോറ്റതും PJ കുര്യൻ ജയിച്ചതുമായ മാവേലിക്കരയും ഇപ്പോഴത്തെ മാവേലിക്കരയും തമ്മിൽ ഒരുപാട് മാറ്റമുണ്ട്. ഒന്നാമത്തെ കാര്യം, വ്യക്തിപരമായിട്ട് പറഞ്ഞാൽ ഇങ്ങനെയൊന്നും ഒരു മണ്ഡലം ഉണ്ടാക്കരുത്. കുട്ടനാട്ടിൽ ആള് കുറവാണ്, വളരെ വിശാലമായ ഒരു നിയമസഭാ മണ്ഡലം പോലും വലിയ ബുദ്ധിമുട്ട്. ചങ്ങനാശ്ശേരി, അവിടെ തുടങ്ങി കൊട്ടാരക്കര, പത്തനാപുരം എന്ന് പറഞ്ഞത് ഇങ്ങനെ പരന്നു കിടക്കുന്ന തെന്മല, അതെ, 3 ജില്ലകളിലായി കിടക്കുന്ന, എങ്ങനെയാണ് ഒരാള് ആര് MP ആയാലും എങ്ങനെ ഓടിയെത്തും, എവിടെയൊക്കെ ചെല്ലും? അപ്പം എല്ലായിടത്തും ചെല്ലുക എന്നുള്ളതല്ല എങ്കിൽ പോലും ഒരു ഒട്ടും ശാസ്ത്രീയമായ എല്ലാ മണ്ഡലം ഉണ്ടാക്കി. ഡൽഹി വെച്ച് കൊടുക്കുന്നിൽ സുരേഷ് ഈ സങ്കടം പറയാറുണ്ടോ ശ്രീലാൽ? കൊടുക്കുന്നിൽ സുരേഷ് തീർച്ചയായും, കൊടുക്കുന്നിൽ സുരേഷിന് വലിയൊരു ആഗ്രഹമുണ്ടായിരുന്നത് കഴിഞ്ഞ തവണ, ഇത്തവണ അല്ല, കഴിഞ്ഞ 2014 എങ്ങനെയെങ്കിലും തിരിച്ച് സംസ്ഥാന രാഷ്ട്രീയത്തിലേക്ക് വന്നാൽ കൊള്ളാമെന്നൊരു വലിയ ആഗ്രഹം ഉണ്ടായിരുന്നു. ഈ ഓടിമടുക്കുന്നത് 1. 2, ഈ സംസ്ഥാന ഇലക്ഷനും കേന്ദ്ര ഇലക്ഷനും മാറി മാറി വരുമ്പോൾ, അത് 2 സമയത്ത് വരുമ്പോൾ എങ്ങനെയെങ്കിലും ഒന്ന് സംസ്ഥാനത്തേക്ക് വരണം. പക്ഷെ അതിനിടയിൽ MP അല്ലാതെയും MLA അല്ലാതെയും എങ്ങനെ നിൽക്കും എന്നുള്ള വലിയ പ്രതിസന്ധി ഉള്ളതുകൊണ്ട് മത്സരിക്കുന്നു. അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അതോടൊപ്പം തന്നെ ഇത്തവണ മത്സരിക്കാൻ പക്ഷേ കൂടുതൽ വലിയ താല്പര്യമുണ്ടാകും. കാരണം കോൺഗ്രസിന് എന്തോ ഒരു അല്പം മുന്നേറ്റമുണ്ട് എന്ന, ദേശീയ തലത്തിൽ ഒരു അല്പം മുന്നേറ്റമുണ്ട് എന്നുള്ള ഒരു സൂചനകളെ കൊണ്ട് കോൺഗ്രസ് ഒരു പക്ഷേ മഹാസഖ്യത്തിൽ, പ്രതിപക്ഷ മഹാസഖ്യം അധികാരത്തിൽ വരികയാണെങ്കിൽ കോൺഗ്രസും അതിൻ്റെ അധികാരത്തിൽ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അങ്ങനെയെങ്കിൽ വീണ്ടും ഒരു മന്ത്രിപദത്തിലേക്ക് വരാനുള്ള സാധ്യതകളുണ്ട് എന്നുള്ള ഒരു ആലോചനയിൽ ഇത്തവണ കൊടുക്കുന്ന സുരേഷിന് മത്സരിക്കാൻ. അവിടെ ശ്രീ സജീവൻ, രാഹുൽ ഗാന്ധി തന്നെ പറഞ്ഞിട്ടുണ്ട്, വിജയസാധ്യത നോക്കി സിറ്റിംഗ് MP-മാർക്ക് പരമാവധി സീറ്റ് നൽകേണ്ടതുണ്ട്. ആകെ 44 MP-മാരാണുള്ളത്. അവരുടെ വില ലോക്സഭയിൽ നേരിട്ട് മനസ്സിലായ ആളാണ് രാഹുൽ ഗാന്ധി. അതിൽ തന്നെ വളരെ പ്രധാനപ്പെട്ടയാളാണ് കൊടിക്കുന്നിൽ സുരേഷ്. അതുകൊണ്ട് തന്നെ ആ മണ്ഡലത്തിൽ ഏതെങ്കിലും ഒരു 2ാം 3ാം പേരുകാരൻ ഈ പട്ടിക സമ്പ്രദായത്തിൽ ഉണ്ടാവാൻ ഇടയുണ്ടോ? ഇത്തവണ വീണ്ടും കൊടിക്കുന്നിൽ തന്നെയാകുമെന്നാണോ വിചാരിക്കുന്നത് സ്ഥാനാർത്ഥി? ഇല്ല, മാവേലിക്കര മാത്രമല്ല, കേരളത്തിൽ സിറ്റിംഗ് MP-മാർ ആരെങ്കിലും മാറ്റുന്ന ഒരു പ്രശ്നമുള്ളതായിട്ട് എനിക്ക് തോന്നുന്നില്ല. കോൺഗ്രസ് അങ്ങനെ ചിന്തിക്കുക പോലും ഇല്ല. പ്രത്യേകിച്ച് കൊടിക്കുന്നിലിൻ്റെ കാര്യത്തിൽ. കൊടിക്കുന്നിൽ MP എന്ന നിലയിൽ ശക്തനായ നേതാവാണ്. കോൺഗ്രസ് രാഷ്ട്രീയത്തിനകത്ത് തന്നെ ശക്തനായിട്ടുള്ള നേതാവാണ്. കോൺഗ്രസ് ഹൈക്കമാൻഡുമായിട്ട് അടുത്ത ബന്ധമുള്ള നേതാവാണ്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തെ മാറ്റി മറ്റൊരാളുടെ പേര്, പലപ്പോഴും പേരിൽ ഈ പട്ടിക കൊടുക്കുമ്പോൾ 2-3 ആളുകളുടെ പേര് കൊടുത്തേക്കാം. പക്ഷെ ഒരിക്കൽ പോലും കൊടിക്കുന്നിലിനെ മാറ്റുന്നതിനെ കുറിച്ചുള്ള സാധ്യത, അതിനുള്ള ചിന്ത പോലും ഉണ്ടാവാൻ അത് സംസ്ഥാന രാഷ്ട്രീയത്തിലെ നേതാക്കന്മാർക്കുണ്ടാവില്ല. അത് ഏത് ഗ്രൂപ്പിൻ്റെ ആളുകൾക്കാണെങ്കിലും അവർക്ക് അങ്ങനെ അദ്ദേഹത്തെ മാറ്റണം താല്പര്യം ഉണ്ടാവാൻ സാധ്യതയില്ല. ഹൈക്കമാൻഡ് ഒരിക്കലും ഇത് ചിന്തിക്കാനുള്ള സാധ്യതയും കുറവാണ്. ശ്രീ ജയശങ്കർ, CPI നിരന്തരം തോക്കുന്നൊരു മണ്ഡലമാണ്. അവിടെ ഇത്തവണ കൊടിക്കുന്നിലിനെ അട്ടിമറിക്കാൻ കെൽപ്പുള്ള സ്ഥാനാർത്ഥികൾ ആരായി വരുമെന്നൊരു ചോദ്യമുണ്ട്. ചിറ്റയം ഗോപകുമാർ MLA-യുടെ പേര് വളരെ വലിയ സാധ്യതാ പട്ടികയിൽ നിൽക്കുന്നുണ്ട്. അതുപോലെ തന്നെ അഡ്വക്കേറ്റ് CA കരുണാകരൻ, അദ്ദേഹം AYF-ന്റെ ആലപ്പുഴ ജില്ലാ പ്രസിഡന്റാണ്. ചെങ്ങറ സുരേന്ദ്രൻ, കഴിഞ്ഞ തവണ ചെങ്ങറ ആണ് കൊടിക്കുന്നിലിനോട് തോറ്റത്. വീണ്ടും ചെങ്ങറയെ പരീക്ഷിക്കുക എന്ന് പറയുന്ന പോലെ നല്ല പേരുകാരില്ലാത്തതിൻ്റെ ഒരു പ്രശ്നം CPI അലട്ടുന്ന മണ്ഡലം കൂടിയാണോ മാവേലിക്കര? അല്ല, ഇത്തവണ ഈ കൊടിക്കുന്നിൽ സുരേഷിന് മാവേലിക്കര നിൽക്കാൻ താല്പര്യം കുറവായിരുന്നു. അദ്ദേഹം അവിടെ നിന്ന് മാറുന്നതിനെക്കുറിച്ച് പല ആളുകളുമായിട്ട് സംസാരിച്ചിരുന്നു. അദ്ദേഹത്തിന് ഇത്തവണ പാർലമെൻറ്റിലേക്ക് പോകാൻ താല്പര്യമില്ല. അതിവിടെ നേരത്തെ പറഞ്ഞ കാരണം കൊണ്ടല്ല. ഇത്തവണ അദ്ദേഹത്തിന് ജയസാധ്യത വളരെ കുറവാണ് എന്നൊരു തോന്നലുണ്ടായിരുന്നു. പ്രത്യേകിച്ച് ഈ കൊല്ലം ജില്ലയിൽ ഉൾപ്പെട്ട മണ്ഡലങ്ങളിൽ അവിടെ ശ്രീ ബാലകൃഷ്ണപിള്ളയുടെ സ്വാധീനം വളരെ പ്രധാനമാണ്. ബാലകൃഷ്ണപിള്ള എന്നൊക്കെ കൊടിക്കുന്നിലിനെ എതിർത്തിട്ടുണ്ടോ അന്നൊക്കെ കൊടിക്കുന്നിൽ തോറ്റിട്ടുണ്ട്. ബാലകൃഷ്ണപിള്ള എന്നൊക്കെ അനുകൂലിച്ചിട്ടുണ്ടോ അന്നൊക്കെ കൊടിക്കുന്നിൽ വിജയിച്ചിട്ടുണ്ട്. അന്ന് അടൂർ മണ്ഡലമായിരുന്ന കാലത്ത്. ഇപ്പോഴും ആ പ്രദേശത്ത് ഈ പത്തനാപുരം അടൂർ ഭാഗത്തൊക്കെ ബാലകൃഷ്ണപിള്ളയ്ക്ക് വലിയ ഒരു സ്വാധീനമുണ്ട്. ഇത്തവണ ബാലകൃഷ്ണപിള്ള കൂടി കഴിഞ്ഞ തവണ ഈ തെരഞ്ഞെടുപ്പിന് തൊട്ട് മുമ്പാണ് ബാലകൃഷ്ണപിള്ള, തൊട്ട് ശേഷമാണ് ബാലകൃഷ്ണപിള്ളയും UDF ആയിട്ട് തെറ്റിപ്പിരിഞ്ഞു. അതിന് ശേഷം കൊടിക്കുന്നിൽ ഏറെക്കുറെ പരാജയം ഉറപ്പിച്ച ഒരു മട്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ അദ്ദേഹം വീണ്ടും താല്പര്യമെടുത്ത് വന്നിട്ടുണ്ട്. അതിൻ്റെ കാരണം ശബരിമല വികാരം വളരെ ശക്തമായിട്ടുള്ള ഒരു പ്രദേശമാണ് മാവേലിക്കര. പ്രത്യേകിച്ച് NSS ഹെഡ്ക്വാർട്ടേഴ്സ് അടക്കുന്ന ചങ്ങനാശ്ശേരി മുതൽക്ക് അങ്ങേയറ്റം പത്തനാപുരം വരെയുള്ള പ്രദേശത്ത് ഇത് വളരെ പ്രഥമവുമായ ഒരു വികാരമാണ്. ആ വികാരം
കൊടിക്കുന്നിലിനെ സഹായിക്കുമെന്നാണ് അദ്ദേഹം വിശ്വസിക്കുന്നത്. ശബരിമല വിഷയം തുടങ്ങിയ അന്ന് മുതൽക്ക് ഈ രംഗത്ത് വളരെ ശക്തമായി നിൽക്കുന്ന ഒരാളാണ് കൊടിക്കുന്നിൽ സുരേഷ്. അതുകൊണ്ടാണ് അദ്ദേഹം വീണ്ടും തെരഞ്ഞെടുപ്പ് രംഗത്തേക്ക് മടങ്ങി വന്നിട്ടുള്ളത്. അത് അദ്ദേഹത്തിൻ്റെ വിജയ സാധ്യത വർദ്ധിപ്പിക്കുന്നു എന്നാണ് എൻ്റെയും ഒരു അനുമാനം. മാത്രമല്ല CPIയെ സംബന്ധിച്ചിടത്തോളം ചിറ്റയം ഗോപകുമാർ MLA ആണ്. അദ്ദേഹം MLA സ്ഥാനത്ത് ഇരുന്നു കൊണ്ട് മത്സരിക്കുമോയെന്ന് അറിയില്ല. വളരെ ശക്തനായ ഒരു സ്ഥാനാർത്ഥിയെ കണ്ടുപിടിക്കേണ്ടത് വളരെ ആവശ്യമാണ്. കാരണം അത്ര എളുപ്പത്തിൽ കൊടിക്കുന്നിലിൻ്റെ അടുത്ത് ഈ സീറ്റ് മേടിക്കാൻ പറ്റില്ല. മാത്രമല്ല അദ്ദേഹം NSSന് വളരെ പ്രിയപ്പെട്ട ആളാണ്. ഇപ്പോൾ ബാലകൃഷ്ണപിള്ള എതിർത്താൽ പോലും ജയിക്കാം എന്നൊരു ആത്മവിശ്വാസമാണ് കൊടിക്കുന്നിൽ സുരേഷിനുള്ളത്. അതാണ് ഇപ്പോഴത്തെ ഒരു സാഹചര്യം. പിന്നെ BJPയും അവിടെ കഴിയാവുന്നത്ര വോട്ട് സമാഹരിക്കാനുള്ള ശ്രമം നടത്തും. കാരണം നേരത്തെ പറഞ്ഞ ശബരിമല തന്നെയാണ്. ശബരിമല വിഷയം അവിടെ ശക്തമായി നിൽക്കുന്നു എന്നതുകൊണ്ടാണ്. തീർച്ചയായും ശ്രീ ജയശങ്കർ പറഞ്ഞ പോലെ BJP NDA സംബന്ധിച്ചു ആ മണ്ഡലം വളരെ നിർണായകമാണ്. എത്രമാത്രം മുന്നേറ്റം നേടാനാകുന്നു എന്നത് P. സുധീർ പട്ടിക മോർച്ച സംസ്ഥാന പ്രസിഡന്റ്, അതുപോലെ തന്നെ PM വേലായുധൻ BJPയുടെ സംസ്ഥാന നേതൃനിരയിലെ വളരെ പ്രധാനപ്പെട്ട നേതാവാണ്, സംസ്ഥാന വൈസ് പ്രസിഡന്റ് ശ്യാം R. രാജ് ABVPയുടെ ദേശീയ സെക്രട്ടറി എന്നീ നിലകളിൽ 3 പേരുകൾ ആണ് ഇപ്പോൾ ഗൗരവമായി BJP ക്യാമ്പ് പരിശോധിച്ചുകൊണ്ടിരിക്കുന്ന പേരുകൾ. രാജീവിന്റെ ഒരു അഭിപ്രായം പത്തനംതിട്ട മാവേലിക്കരെ സംബന്ധിച്ചിടത്തോളം കൊടിക്കുന്നിൽ സുരേഷ് വീണ്ടും മത്സരിക്കും എന്നുള്ള കാര്യം ഏതാണ്ട് ഉറപ്പാണ്. അതിൽ വലിയ മാറ്റമൊന്നും ഉണ്ടാവില്ല. പക്ഷേ CPIയെ സംബന്ധിച്ചിടത്തോളം ആരെ കണ്ടുപിടിക്കാൻ പറ്റും എന്നുള്ളതാണ് ഒരു പ്രധാനപ്പെട്ട കാര്യം. ചെങ്ങറ സുരേന്ദ്രൻ കൊടിക്കുന്നിൽ സുരേഷിനെ പരാജയപ്പെടുത്തിയിട്ടുണ്ട്. ചെങ്ങറ സുരേന്ദ്രൻ പരാജയപ്പെട്ടിട്ടുണ്ട്. അവരെ സംബന്ധിച്ചിടത്തോളം കൊടിക്കുന്നിൽ സുരേഷിനെ എതിരിടാൻ പറ്റുന്ന കാൻഡിഡേറ്റ് അവർക്കില്ല എന്നുള്ളതാണ് അവരുടെ ഏറ്റവും വലിയ പ്രശ്നം. 2009 അതിൽ ചിറ്റയം ഗോപകുമാർ ഒരു എഫിഷ്യന്റ് കാൻഡിഡേറ്റ് ഇപ്പോ നല്ല ഒരു കാൻഡിഡേറ്റ് ആണ്. അതായത് സിറ്റിംഗ് MLA ആണ്. തോൽപ്പിച്ച് ഇല്ല തിരുവഞ്ചൂരിന്റെ മണ്ഡലത്തിൽ അദ്ദേഹം മത്സരിച്ചു എന്നുള്ളത്, അതായത് മണ്ഡലം മാറിക്കഴിഞ്ഞപ്പോൾ മത്സരിച്ചു എന്നുള്ളത്. ചിറ്റയം ഗോപകുമാർ അടൂരിൽ മത്സരിച്ച് വിജയിച്ചു, നിയമസഭാ മണ്ഡലത്തിൽ മത്സരിച്ച് വിജയിച്ചു. രണ്ടാമത് വീണ്ടും തിരഞ്ഞെടുക്കപ്പെട്ടു. അവിടെ അദ്ദേഹത്തിന് ഒരു കൊടിക്കുന്നിലിനെതിരെ നിർത്താൻ കഴിയുന്ന ഒരു കാൻഡിഡേറ്റാണ്. 2009 ഒരു പുതിയ സ്ഥാനാർത്ഥി എന്നുള്ള രീതിയിൽ RS അനിലിനെ കൊണ്ടുവന്നിരുന്നു. RS അനിൽ മത്സരിച്ചു. പക്ഷേ RS അനിലിനും കൊടിക്കുന്നിലിനെ പരാജയപ്പെടുത്താൻ കഴിഞ്ഞില്ല. അതുകൊണ്ടാണ് കഴിഞ്ഞ പ്രാവശ്യം അവർ വീണ്ടും പഴയ ഓപ്ഷനിലേക്ക് തിരിച്ചുപോയത്. ചെങ്ങറ സുരേന്ദ്രൻ എന്ന ഓപ്ഷനിലേക്ക് അവർ തിരിച്ചുപോയത് അതുകൊണ്ടാണ്. ഇത്തവണയും അതുകൊണ്ട് തന്നെ കൊടിക്കുന്നിലിനെ എതിരെ നിർത്താൻ പറ്റുന്ന ഒരു കാൻഡിഡേറ്റ് CPIയിൽ ആരുണ്ട് എന്നുള്ളതാണ് അവരുടെ ഏറ്റവും ഒരു അവരെ കുഴയ്ക്കുന്ന ഒരു ചോദ്യം CPIയുടെ മുന്നിലുള്ളതാണ്. അങ്ങനെ ഒരു തെരച്ചിലിന് പോലും വലിയ സ്കോപ്പില്ലാത്ത നിലയിൽ നിൽക്കുകയാണ് CPIയും വിശേഷിച്ച് ഇടതുമുന്നണിയും. അല്ലെങ്കിൽ ചിറ്റയം ഗോപകുമാറിനെ ആശ്രയിക്കേണ്ടി വരും. അത് എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ RS അനിൽ യുവ നേതാവ് അല്ലെങ്കിൽ മികച്ച സംഘാടകനും അല്ലെങ്കിൽ CPIക്ക് ഒരു പ്രതീക്ഷയുള്ള ഒരു യുവ നേതാവാണ്. പക്ഷേ കൊടിക്കുന്നിൽ സുരേഷിനെതിരെ മത്സരിച്ച് അല്ലെങ്കിൽ പിടിച്ചു നിൽക്കാൻ അല്ലെങ്കിൽ ആ ഒരു ലെവലിലേക്ക് ഉയരാൻ പറ്റുന്ന ഒരു കാൻഡിഡേറ്റ് അദ്ദേഹത്തിന് ഉയരാനെന്ന് കഴിഞ്ഞില്ല എന്നുള്ളതായിരുന്നു അന്നുണ്ടായ പ്രശ്നം. അതുകൊണ്ട് ആ ഒരു ലെവലിലേക്കും അങ്ങനെ കുറച്ച് ആളുകൾ അറിയാവുന്നവർ ഒക്കെയായിട്ട് മാറ്റാൻ ഒരുപക്ഷെ ചിറ്റയം ഗോപകുമാറാണ് അവരുടെ മുന്നിലുള്ള ഏറ്റവും വലിയ സാധ്യത. ശ്രീലാൽ, അതാണ് തിരുവഞ്ചൂര് അടൂര് മാറിയതിനു ശേഷം ആ മണ്ഡലം തിരിച്ചുപിടിച്ചയാളാണ് ചിറ്റയം ഗോപകുമാർ. ആ മണ്ഡലം തന്നെ മാറി. അതെ, ആ മണ്ഡലം അടൂർ എന്ന നിലയിൽ ആ മണ്ഡലം തിരിച്ച് LDF ക്യാമ്പിലേക്ക് കൊണ്ടുപോയ ആളാണ്. ഒരു സിറ്റിംഗ് MLA എന്നുള്ളൊരു മേൽവിലാസമുള്ള ഒരു എതിരാളിയായി കൊടിക്കുന്നിലിനെതിരെ ഒരു ശക്തമായ മത്സരം കൊണ്ടുവരാൻ CPIയോ ഇടതുമുന്നണിയോ സാധ്യതയുണ്ടോ? ഇല്ലില്ല. കൊടിക്കുന്നിൽ സുരേഷിനെതിരെ ഈ ചിറ്റയം ഗോപകുമാർ വന്നാൽ പോലും കൊടിക്കുന്നിൽ സുരേഷിന്റെ രാജീവ് ചൂണ്ടിക്കാട്ടിയതുപോലെ ഒരു ഇമേജ് മറികടക്കുക എളുപ്പമല്ല. എല്ലായിടത്തും ഓടിയെത്തുന്ന ഒരു നേതാവ്, അല്ലെങ്കിൽ എല്ലാവരോടും തോളിൽ കയറ്റി നടക്കുന്ന ഒരു നേതാവ് തുടങ്ങിയ വലിയ തലത്തിലുള്ള ഒരു ഇമേജ് കൊടിക്കുന്നിൽ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. അതോടൊപ്പം തന്നെ കൊടിക്കുന്നിൽ പാർലമെന്റിൽ ACC പാർലമെന്ററി കാര്യ സെക്രട്ടറി കൂടിയാണ്. അപ്പോൾ ഈ പറഞ്ഞ പോലെ KC വേണുഗോപാൽ കഴിഞ്ഞാൽ കോൺഗ്രസ് ഹൈക്കമാൻഡുമായി ഏറ്റവും അടുത്ത് നിൽക്കുന്ന കേരള നേതാക്കൾ ഒരാൾ കൂടിയാണ്. തീർച്ചയായും കൊടിക്കുന്നിലിന് വേണ്ടിയിട്ട് ഇവരെല്ലാം തന്നെ രംഗത്തിറങ്ങാൻ ഏതായാലും കൊടിക്കുന്നിലിന്റെ സ്ഥാനാർത്ഥിത്വം ഉറപ്പാവുകയും മറുഭാഗത്ത് ഇടതുമുന്നണിക്ക് വേണ്ടി ചിറ്റയം ഗോപകുമാറോ അതുപോലെ ചെങ്ങറ സുരേന്ദ്രനോ മറ്റൊരു സാധ്യത CPIക്ക് പരിഗണിക്കാവുന്നതാണ്. ദേവകിയുടെ പേര് പരിഗണിക്കാവുന്നതാണ്. കൊല്ലത്ത് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റായിരുന്നു ദേവകി. പക്ഷേ പലപ്പോഴും CPIക്കാരുടെ കാര്യം എന്ന് പറഞ്ഞാൽ അവർ വളരെ കൺവെൻഷനലായിട്ട് മാത്രം ചിന്തിക്കുന്ന ആൾക്കാരാണ്. അത് കൊടിക്കുന്നിലിനെതിരെ മത്സരിക്കാൻ അങ്ങനെ പേരുള്ള സ്ഥാനാർത്ഥി വേണമെന്ന് എന്താ നിർബന്ധം എന്നൊക്കെ ചിന്തിക്കുന്ന പാർട്ടിയാണ് CPI. പക്ഷേ എന്നാൽ ചിലപ്പോൾ അപ്രതീക്ഷിതമായിട്ട് ഇപ്പോൾ തിരുവനന്തപുരത്ത് ലോക്സഭാ ഉപതെരഞ്ഞെടുപ്പിൽ കണ്ണൂർക്കാരനായ പന്ന്യനെ കൊണ്ട് മത്സരിപ്പിക്കാൻ അതിനും തയ്യാറാവുന്ന പാർട്ടിയാണ്. പക്ഷേ അത് പലപ്പോഴും കൂടുതൽ സമയത്തും വളരെ കൺവെൻഷനലായിട്ട് ചിട്ടവട്ടങ്ങൾക്കൊപ്പം അനുസരിച്ച് മാത്രം ചിന്തിക്കുകയും തീരുമാനമെടുക്കുകയും സ്ഥാനാർത്ഥികളെ നിർത്തുകയും ചെയ്യുന്ന പാർട്ടിയാണ്. അതിൻ്റെതായ കുഴപ്പങ്ങൾ CPIക്ക് ഉണ്ടാവും. എനിക്ക് ഏതായാലും അത് ജയശങ്കറിനോട് ചോദിക്കാതിരിക്കാനാവില്ല. അഡ്വക്കേറ്റ് ജയശങ്കർ, CPI കുറെ കൂടി മാറേണ്ടതുണ്ട്. എന്നാൽ മാത്രമേ ഇത്തരം മത്സരങ്ങൾ സംഘടിപ്പിക്കാനാവൂ, മണ്ഡലം തിരിച്ചു പിടിക്കാനാവൂ. പലപ്പോഴും CPIക്ക് അത് കഴിയാത്ത വിധം യാഥാസ്ഥിതികത്വം ആ പാർട്ടിയെ പിടിച്ചിട്ടുണ്ടെന്നാണ് രാജീവ് പറയുന്നത്.
അല്ല, ഇവിടെ RSNൽ നല്ലൊരു സ്ഥാനാർത്ഥിയായിരുന്നു. പക്ഷേ പറ്റിയെന്ന് വെച്ചാൽ അത്തവണ ഭയങ്കര UDF ട്രെൻഡായിരുന്നു. 2009 ഈ ആറ്റിങ്ങൽ മുതൽ ആലത്തൂർ വരെയുള്ള പ്രദേശത്ത് ഒരൊറ്റ കമ്മ്യൂണിസ്റ്റുകാരനും ഒരൊറ്റ ഇടതുപക്ഷക്കാരനും ജയിച്ചില്ലല്ലോ. ഇപ്പോൾ ഫ്രാൻസിസ് ജോർജിനെ പോലെയുള്ള ആളുകൾ വരെ പരാജയപ്പെട്ടു. കാരണം അന്ന് അതിഭയങ്കരമായ ഒരു വിപരീത വികാരമുണ്ടായിരുന്നു 2009. പിന്നെ ട്രെൻഡിനനുസരിച്ചിട്ടാണ് 2004 ചങ്കര സുരേന്ദ്രൻ ജയിച്ചതും അതുപോലെ ട്രെൻഡായിരുന്നു, വിപരീത ട്രെൻഡ്, LDF ട്രെൻഡായിരുന്നു എന്നുള്ളതാണ്. ഇപ്പോഴത്തെ ഒരു സാഹചര്യമാണ് നമ്മൾ പരിശോധിക്കേണ്ടത്. ഇവിടെ പുന്നല ശ്രീകുമാറിൻ്റെ പേരും വളരെ ശക്തമായിട്ട് കേട്ടിരുന്നു. പക്ഷേ ശ്രീകുമാർ മത്സരിക്കാനുള്ള സാധ്യതയില്ല. ശ്രീകുമാർ മത്സരിക്കുകയാണെങ്കിൽ തന്നെ CPI അദ്ദേഹത്തെ താല്പര്യപ്പെടാനും സാധ്യതയില്ല. അങ്ങനെ പല ഘടകങ്ങളും ഇതിനകത്തുണ്ട്. അല്ല, ഈ CPIയുടെ പ്രശ്നം രാജീവ് പറഞ്ഞാൽ എനിക്ക് തോന്നുന്നു പാർട്ടി ചിഹ്നം, പുന്നല ശ്രീകുമാറിന്റെ കാര്യത്തിൽ ഇതേ പ്രശ്നം ഈ തന്നെയാണ്. പാർട്ടി ചിഹ്നം എന്നൊരു പിടിവാശി, അതാണ് അതിന്റെ ഒരു ലളിതമായ സൂചന. അല്ല, സ്ഥാനാർത്ഥി തീർച്ചയായിട്ടും പാർട്ടി ചിഹ്നത്തിലെ മത്സരിക്കുള്ളൂ. കാരണം ഇപ്പോൾ CPIയെ സംബന്ധിച്ചുള്ള അതിൻ്റെ ദേശീയ പാർട്ടി എന്നുള്ള നിലയിലുള്ള നിലനിൽപ്പ് തന്നെ വളരെ ചോദ്യം ചെയ്യപ്പെടുന്ന ഒരു സാഹചര്യമാണ്. അപ്പോൾ സ്ഥാനാർത്ഥി ആര് തന്നെയാണെങ്കിലും കേരളത്തിലെ 4 മണ്ഡലങ്ങളിലും പാർട്ടി ചിഹ്നത്തിൽ തന്നെ സ്ഥാനാർത്ഥികൾ മത്സരിക്കുള്ളൂ. അതിൽ യാതൊരു സംശയമില്ല. ഇനിയിപ്പോൾ ആര് തന്നെ സ്ഥാനാർത്ഥിയായിട്ട് വന്നാലും അതിൽ യാതൊരു മാറ്റം ഉണ്ടാവില്ല. പാർട്ടി ചിഹ്നത്തിൽ പാർട്ടിക്കാരനായ സ്ഥാനാർത്ഥി തന്നെ ആയിരിക്കുള്ളൂ മത്സരിക്കുക. ഏതായാലും ശ്രീ ജയശങ്കർ പറഞ്ഞ പോലെ രാജ്യത്ത് തന്നെ CPIക്ക് ഏക MP ഉള്ള മണ്ഡലം അത് കേരളത്തിലാണ്. അതിൻ്റെ ഇത്തവണ സാധ്യതകൾ എങ്ങനെ എന്നത് പിന്നാലെ അതിലേക്ക് വരാം. തൃശ്ശൂർ അടുത്തതായി വേഗത്തിൽ നോക്കുന്നത് പത്തനംതിട്ടയാണ്. പത്തനംതിട്ട ലോക്സഭാ മണ്ഡലത്തെ കുറിച്ച് നോക്കിയാൽ ഉൾപ്പെടുന്ന പ്രദേശങ്ങൾ നിലവിൽ ആന്റണിയാണ് MP. കാഞ്ഞിരപ്പള്ളി, പൂഞ്ഞാർ, തിരുവല്ല, അതുപോലെ റാന്നി, ആറന്മുള, കോന്നി, അടൂർ എന്നീ നിയമസഭാ മണ്ഡലങ്ങളൊക്കെയാണ് ഉള്ളത്. രൂപീകൃതമായത് 2008 ശബരിമല ഉൾപ്പെടുന്ന ലോക്സഭാ മണ്ഡലം എന്ന പ്രത്യേകതയുണ്ട്. ഏറ്റവും ശ്രദ്ധേയമായ ഒരു തെരഞ്ഞെടുപ്പ് വിഷയമായി ശബരിമല നിൽക്കുന്നു എന്നത് ശക്തമായ പ്രതിഷേധ പരിപാടികൾ അരങ്ങേറിയ ഒരു ലോക്സഭാ മണ്ഡലം. ആ നിലകളിലൊക്കെ പ്രസക്തം. 2014 തെരഞ്ഞെടുപ്പ് ഒന്ന് നോക്കിയാൽ ആന്റണിയാണ് നല്ല ഭൂരിപക്ഷത്തോടു കൂടിയാണ് ആന്റണി അന്ന് ജയിച്ചത്. പീലിപ്പോസ് തോമസിനെയാണ് തോൽപ്പിച്ചത്. കോൺഗ്രസിൽ നിന്ന് വിഘടിച്ച് പ്രതിഷേധിച്ച് പോകുന്ന പത്തനംതിട്ടയുടെ മുൻ DCC പ്രസിഡന്റ് പീലിപ്പോസ് തോമസിനെയാണ് തോൽപ്പിച്ചത്. അദ്ദേഹം ഇപ്പോൾ KSFയുടെ ചെയർമാനാണ്. BJP നേതാവ് MT രമേശാണ് ശക്തമായ മത്സരം അന്ന് കാഴ്ചവെച്ചത്. ആന്റണിക്ക് വിജയം. ഇവിടെ ആരൊക്കെയാകും 2019 മത്സരിക്കുക എന്നൊരു വലിയ ചോദ്യം. ഒരുപാട് പേരുകൾ ഉയർന്നു കേൾക്കുന്നുമുണ്ട്. അതിലേക്ക് വരാം.